അറേഞ്ച് ചെയ്ത വീട്ടിലേക്ക് ഞങ്ങൾ ഇന്ന് താമസം മാറി. ഇതിന്റെ പേര് മാളിക വീടെന്നാ. നഗരത്തിൽ നിന്ന് അല്പം മാറിയാണ് ഈ കൂറ്റൻ കെട്ടിടം. അവസാന സെമസ്റ്ററിന് സ്വസ്ഥമായി പഠിക്കാൻ ഡാഡി അറേഞ്ച് ചെയ്ത് തന്ന ഹെവൻ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഈ വീടിന് സമീപം പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. എന്നോടൊപ്പം മെർലിനും അശ്വതിയും നീതുവും ഉണ്ട്. മെർലിനെ ഡാഡിക്ക് അറിയില്ലേ? ടോം കാറ്റ് എന്ന് വിളിച്ച് ഡാഡി കളിയാക്കാറില്ല. അവളാ ഞങ്ങളുടെ നേതാവ്. പിന്നെ നീതു, ദ റൊമാൻറ്റിക് ബേർഡ്. കഴിഞ്ഞ വെക്കേഷന് നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. എടാ, എന്നാ നീ ഞങ്ങളുടെ കൊട്ടാരം കാണാൻ വരുന്നേ? നിന്നെ ഒന്ന് കാണാൻ എനിക്ക് തീർച്ചയായി. പിന്നെ നിനക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വന്ന് കയറാനൊന്നും പറ്റില്ല. ഓക്കെ. ഇനി അശ്വതി. ഉള്ളതിൽ പാവ ഇവളാ ഡാഡി. ഒരു പുസ്തകപ്പുഴു. അല്പം കവിതയുടെ അസുഖം ഉണ്ടെന്നേ ഉള്ളൂ. ഈ കോട്ടയുടെ കാവൽക്കാരനും ഞങ്ങളുടെ അന്നദാതാവുമാണ് ബേബിച്ച. ഞാൻ പണ്ട് സായിപ്പിന്റെ കുക്കായിരുന്നപ്പോ ഇതുപോലെ സായിപ്പിന് ചീര വെച്ച് വളർത്തി. 3-ാം ദിവസം എന്റെ ചീര കഴിച്ച സായിപ്പ് ചത്തു. സായിപ്പിന്റെ വൈഫ് ഹാപ്പി, കുട്ടികളും. പിന്നെ സായിപ്പ് എന്നെ കാണുമ്പോ കുഴി നണി തോടും. We all expect Daddy for my birthday. Yours loving, Pooja. കുഞ്ഞെ ഭക്ഷണം കഴിക്കാൻ വാ. ദാ വരുന്നു ബേബിച്ച. നിനക്ക് സഫയർ സ്റ്റോൺ കിട്ടിയോ? പൂജയുടെ ബെസ്റ്റ് സ്റ്റോൺ ബ്ലൂ സഫയറാ. ഇന്ദ്രനീലം. ഞാൻ വിചാരിച്ചു അവളുടെ ഈ ബർത്ത്ഡേക്ക് ഒരു ബ്ലൂ സഫയർ മോതിരം കൊടുക്കാനും. ഫസ്റ്റ്, എന്റെ പെണ്ണെ നിനക്ക് വല്ല വട്ടുണ്ടോ? ഒറിജിനൽ സഫയർ സ്റ്റോൺ എന്താ വിലയെന്നറിയൂ? അത് വേണേ അവിടെ ഭാവി വരൻ ഗൗതം വാങ്ങിക്കൊടുത്തോട്ടെ. പിന്നെ എന്റെ മോക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ 1-2 കിഡ്നി സ്റ്റോൺ അവ കൊടുത്തേക്കും. കഞ്ചൂസ് മാർവാടി. അല്ല, എന്ത് ചെയ്യാ നിന്റെ പരിവാരങ്ങളൊക്കെ? ആ ബ്യൂട്ടി പാർലറിനകത്തുണ്ട്. ഓഹോ. ഹായ് പൂജ. ഹായ്. ഉള്ളത് പറയാലോ, നൗ യു പീപ്പിൾ ലുക്ക് സിവിലൈസ്ഡ്. വേണ്ട മോനെ. നീ വരുന്നുണ്ടോ? എവിടേക്കാ? ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. സോറി ഗേൾസ്, നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. ഉള്ളത് പറ മോനെ. എത്ര പേപ്പർ കിട്ടാനുണ്ട്? എഴുതിയ പേപ്പർ എല്ലാം കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യമെങ്കിലും ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചത്. എന്തായാലും നീ എന്റെ ബർത്ത്ഡേക്ക് വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഫുഡ് അടിക്കുന്ന കാര്യമല്ലേ, ഐ വിൽ ബി ദേർ. ഓക്കെ. അതെ, വേണമെങ്കിൽ നിങ്ങളെ 3 പേരെ ഞാൻ എന്റെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അയ്യടാ മോനെ. ബൈ വിവേക്. ബൈ ബൈ ബൈ. ബർത്ത്ഡേ കാണാം. ഓക്കെ. ഞാൻ രാത്രി വിളിക്കാം. ബൈ.
എനിക്ക് എനിക്ക് അയ്യടാ. Happy birthday, dear Pooja. Happy birthday. എന്താടാ ഇത്? ഏയ് എന്താ ഒന്നുമില്ല. ആരെങ്കിലും കണ്ട? ആരുമാണ്? What's all this? ഏയ്. Please. Please. ഇവിടെ വാ. Please. No. നീ എന്താ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഓ അത് ശരി. ഇവനോടെ നിൽക്കട്ടെ, നിങ്ങൾക്കൊരു കൂട്ടാവും. ബേബിച്ചനൊരു സഹായം. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എനിക്ക് പണിയാവാതിരുന്നാ മതി. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ എങ്കിൽ. ഓക്കെ മൈ ബോയ്, ഞാൻ നാളെ രാവിലെ പോകും. ഇനി വരുമ്പോ കാണാം. ഓക്കെ ആയിക്കോട്ടെ. മെർലിൻ, പൂജ, പോട്ടെ. ആ അതെ, നീ അവിടെ ചുറ്റിക്കറങ്ങി നടക്കാറുള്ളത് പോലെ ഇവിടെ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പറഞ്ഞൊക്കെ കേട്ടല്ലോ. Hey, look at this. Nice. Good morning. Good morning. നിന്റെ ഡാഡി എപ്പോ പോയടി? ഇപ്പൊ ബാംഗ്ലൂരിലെത്തി കാണും. ബേബിച്ച ഒരു ചായ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ ഞാനും വിവേകും ഇടയ്ക്ക് മുങ്ങിയത്? ഏയ്, അങ്ങേര് കരുതിക്കാണ് നിങ്ങൾ കുമ്പസാരിക്കാൻ പോയിട്ടുണ്ടാവുന്നു. ഒന്ന് പോടി. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങേരും കോളേജിലൊക്കെ എത്തിയത്. ഓ അല്ലേ പൂജ? വേണ്ട മോളെ, നമ്മുടെ തന്തപ്പടിയെ വെറുതെ വിട്ടേക്ക്. ഹേയ്, നിന്റെ ഒരു കമ്മൽ അവിടെ പോയടി? കിടക്കയിലെങ്ങാനും വീണാണു. നീ എവിടെയായിരുന്നു ഇത്ര നേരം? Don't call me Yada. My name is Nandu. അല്ല അത് മനസ്സിലായി. മുട്ടേന്ന് വിരുന്നതിന് മുമ്പ് ഓരോന്ന് മുടുവാ നടക്ക്. നൗ യു ഫോളോ മീ. കം ഓൺ. കുമ്പിള്ളേരുടെ അടുത്തെത്തുമ്പോ ഇംഗ്ലീഷിലാണ് എന്റെ പരിപാടി അല്ലേ? കട്ടിലൊന്നും കാണാനില്ല. പാർട്ടിക്ക് മുമ്പെന്റെ കാതിലുണ്ടായിരുന്നതാ. എവിടെ പോയോ? നീയും വിവേകം ഗുസ്തി പിടിച്ചില്ലേ? ആ മുറി കാണും. ഇനി എവിടെ തരയാനാ? ലീവ് ഇറ്റ്. പോയത് പോയി. എന്നാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി യു നോ. പൂജ, രക്ഷയില്ല. ഞാൻ ഇവിടെ ഒക്കെ അരിച്ചു പെറുക്കി നോക്കി. മെർലിൻ പറഞ്ഞതായിരിക്കും ശരി. നീയും വിവേകം ഒന്നല്ല അതിനകത്തായിരുന്നല്ലോ ഗുസ്തി. അതിനകത്ത് തന്നെ ഉണ്ടാവും. വാ നമുക്ക് നോക്കാം. കുന്തം പോയാലേ കുടത്തിലും തപ്പണം.